ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നൊരു വാക്കാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കാണാം. ചിലർ പറയും ക്രെഡിറ്റ് കാർഡ് വളരെ നല്ലൊരു കാര്യമാണ് എന്ന്, എന്നാൽ മറ്റു ചില ആളുകൾ പറയും അത് വളരെ അപകടമാണ്, വളരെ മോശം കാര്യമാണെന്ന് പറയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ജീവിതത്തിൽ ചില സമയത്തൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണോ, ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണോ എന്നൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുമുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മാത്രമല്ല RBIയിൽ നിന്നും ഈ അടുത്ത കാലത്ത് ഈ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് ചില പുതിയ ഗൈഡ് ലൈൻസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനത്തെ സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട്. സോ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്രെഡിറ്റ് സ്കോർ എന്ന് ഞാൻ വീഡിയോയിൽ മുന്നോട്ടുള്ള ഡിസ്കഷനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം ക്രെഡിറ്റ് കാർഡുകളുടെ നല്ല രീതിയിലുള്ള ഒരു ഉപയോഗമാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കുകളിൽ നിന്നുമൊക്കെ കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ലോൺ ലഭിക്കുന്നതിന് സഹായകരമാകും. മാത്രമല്ല അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സഹായിക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി ചെക്ക് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ സൗജന്യമായി ചെക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന വൺ സ്കോർ എന്നൊരു ഫ്രീ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അത് ശരിയല്ല. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മോണിറ്റർ ചെയ്യുക തന്നെ വേണം. വൺ സ്കോർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിബിൽ സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടും ഓരോ മാസവും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഡ് ഫ്രീ സ്പാം ഫ്രീ ആപ്ലിക്കേഷനാണ്. അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റിൽ എന്തെങ്കിലും ഫ്രോജുലന്റ് ആക്ടിവിറ്റി ഉണ്ടായാൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും റെക്ടിഫൈ ചെയ്യുന്നതിനും അതുവഴി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ ലിമിറ്റ് യൂട്ടിലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ പേയ്മെന്റ് റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുന്നതിനൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലോഗുകൾ, ക്വിസുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രോജുലന്റ് ആക്ടിവിറ്റി ഉണ്ടായാൽ അത് ക്രെഡിറ്റ് ബ്യൂറോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവയും ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഫൈനാൻഷ്യൽ ടൂൾ പോലെ നിങ്ങൾക്ക് ഈ വൺ സ്കോർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ പിൻഡ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഒരു ക്രെഡിറ്റ് കാർഡ്? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു എമർജൻസി വരുന്നു, വളരെ വലിയൊരു അത്യാവശ്യം വരുന്നു, നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലൈറ്റിലല്ലെങ്കിൽ വിമാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ട്രാവൽ ഏജൻറ്റിനെ സമീപിക്കുകയാണ്. അപ്പോൾ ട്രാവൽ ഏജൻറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഒരൊറ്റ ടിക്കറ്റ് മാത്രം നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് സമയത്തും ആ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പണം അടച്ചാൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റ് നൽകുന്നത്. അപ്പോൾ 10,000 രൂപയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴാണ് നിങ്ങളൊരു കാര്യം തിരിച്ചറിയുന്നത്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലോ ആയിട്ടോ 10,000 രൂപ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാനില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരാനുണ്ട്. പക്ഷേ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ എടുക്കാനില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തേ മതിയാവും, മറ്റൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സാധാരണയായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് വളരെ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അടുത്ത് പോയിട്ട് കുറച്ച് നാളത്തേക്ക് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പണം കടമായിട്ട് തരണമെന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു. അവർ നമുക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപ കടമായിട്ട് തരും. ഈ 10,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് വരാനുള്ള പണം നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഈ 10,000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് പണം നമുക്ക് കടമായി തന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെന്ന് കാണാം. നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പകരം നമ്മുടെ ബാങ്കുകൾ ഇങ്ങനെ പണം കടം തന്ന ഒരു ഷോർട്ട് പീരീഡിലേക്ക് പണം കടം തന്ന് നമ്മളെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗമായിട്ട് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് നൽകിയിട്ടുണ്ടാവും. നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് റെഡി ക്യാഷ് ഇല്ലാത്തൊരവസരത്തിൽ നമുക്ക് പണം ചെലവഴിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ ബാങ്ക് പേയ്മെൻറ്റ് നടത്തും.
ഇപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണമില്ല എങ്കിൽ നമ്മളവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി 10,000 രൂപ ബാങ്ക് ഈ ട്രാവൽ ഏജൻറ്റിന് അല്ലെങ്കിൽ ആ എയർലൈൻ കമ്പനിക്ക് നൽകുകയാണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും. നമ്മളുടെ കയ്യിൽ പണം വരുമ്പോൾ നമുക്ക് ഈ 10,000 രൂപ നമ്മുടെ ബാങ്കിന് തിരിച്ചു കൊടുക്കാനും സാധിക്കും. സോ ഇങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് ചില ടേമുകളും കൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാവണം. ഒരു ബാങ്ക് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പണം മുഴുവൻ നമുക്ക് അത് ഉപയോഗിച്ച് ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ബാങ്ക് അവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് 30,000 രൂപയാണെന്ന് വിചാരിക്കുക. സോ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 30,000 രൂപയുടെ വരെ ട്രാൻസാക്ഷൻസോ പേയ്മെൻറ്റ്സോ നടത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 30,000 രൂപ വരെ ബാങ്ക് നമുക്ക് കടമായി തരികയുള്ളൂ. അപ്പോൾ ഓരോ ആളുകൾക്കും ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം മുന്നോട്ട് വരും, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രെഡിറ്റ് ലിമിറ്റ് തീരുമാനിക്കുന്നത്? സോ നമുക്ക് ജോലിയുണ്ടോ, നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ ശമ്പളം എന്താണ്, ഇങ്ങനെയുള്ള നമ്മുടെ പ്രൊഫൈൽ കൃത്യമായി പഠിച്ചതിന് ശേഷം എത്ര രൂപയുടെയൊക്കെ ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സംശയം മുന്നോട്ട് വരും, ബാങ്ക് നമുക്കിങ്ങനെ കടമായിട്ട് പൈസ തന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പൈസ നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. ഈ പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാം. പക്ഷേ സാധാരണയായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാസവും ബാങ്ക് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് തരും. അതായത് കഴിഞ്ഞ ഒരു മാസം ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം പേയ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ഒരു ഡ്യൂ ഡേറ്റ് വെക്കും. അതായത് ഇത്രാം തീയതിക്ക് മുന്നേ നിങ്ങൾക്ക് എത്ര തുകയാണോ ബാങ്ക് തന്നത് അത് ബാങ്കിന് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ തീയതിക്ക് മുന്നേ നമുക്ക് കൃത്യമായിട്ട് ഈ പണം മുഴുവൻ ബാങ്കിന് തിരിച്ചു കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ ആ ഒരു ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിന് പണം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പണത്തിന് മുകളിൽ ഒറ്റ രൂപ പോലും നമുക്ക് പലിശ കൊടുക്കേണ്ടതായിട്ടും വരുന്നില്ല. അതായത് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ 0 ഇൻട്രസ്റ്റ് ലോൺ എടുക്കുന്നത് പോലെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ക്രെഡിറ്റ് കാർഡുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡുകളുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളും കൂടെയുണ്ട്. അത് വീഡിയോയുടെ മുന്നോട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും എന്തൊക്കെയാണ്? ചില ആളുകൾ പറയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന്. എന്നാൽ ചില ആളുകൾ പറയുന്നു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് അപകടകരമാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് പണം വേണ്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലാത്തൊരവസരത്തിൽ മറ്റാരെയും സമീപിക്കാതെ കൃത്യമായിട്ട് നമുക്ക് ആ ആവശ്യം നിറവേറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. 0 ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ആ പണം ഉപയോഗിക്കാനും കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനും സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, ബാങ്ക് നിശ്ചയിക്കുന്ന ഒരു തീയതിയുണ്ട്. ആ തീയതിക്ക് മുന്നേ ആ പണം തിരിച്ചടച്ചാൽ മാത്രമേ ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആവുന്നുള്ളൂ. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിൽ നിങ്ങൾ പ്രോപ്പർ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ, കൃത്യമായിട്ട് പണം നോക്കിയൊക്കെ ചെലവഴിക്കുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ല സഹായകരമാകുന്ന ഒരു സംഭവമാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്ന പോയിന്റുകളും റിവാർഡുകളും ഒക്കെയാണ്. പല ക്രെഡിറ്റ് കാർഡുകളുടെയും പല ബാങ്കുകളുടെയും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ കിട്ടും, ഇന്ന ക്യാഷ് ബാക്ക് കിട്ടും, നിങ്ങൾക്ക് പോയിന്റ് കിട്ടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ പോയി നിങ്ങൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് ചിലർ പറയും. നിങ്ങളവിടെ 100 രൂപ ചിലവഴിക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 100 രൂപയുടെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 5 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ കിട്ടും. ആ 5 രൂപ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ 5 രൂപയുടെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന പോലെയാണത്. ഇനി ചില സ്ഥലങ്ങളിൽ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയുടെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ 100 പോയിന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പോയിൻ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് 1000-ഓ 10,000-ഓ ഒക്കെ പോയിന്റുകളായി കഴിഞ്ഞാൽ ആ കടയിൽ നിന്നും ആ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ക്യാഷ് ബാക്കും പോയിന്റുകളും ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ചില ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ VIP ലോഞ്ചുകളിലൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് തരുന്ന ക്രെഡിറ്റ് കാർഡുകളായിരിക്കും അത്. അതായിരിക്കും ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ചില ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ ഒരു മൂവി ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ മൂവി ടിക്കറ്റിന് പണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റുകളും ക്യാഷ് ബാക്കുകളും കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള പോയിന്റുകളും റിവാർഡുകളും ഈ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ സാധനങ്ങൾ മേടിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ് മേടിക്കാം. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റുകൾ കിട്ടുന്ന കാണാം. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു പോസിറ്റീവാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്നു, നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം മേടിക്കാൻ പോവുകയാണ്, അത് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫൈനാൻസിങ് കമ്പനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ ബാങ്ക് അവിടെ നമുക്കൊരു പേഴ്സണൽ ലോൺ തരണമെങ്കിൽ അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. ഈ പൈസ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ തിരിച്ചടയ്ക്കുമോ, കൃത്യമായിട്ടുള്ള സമയത്ത് തിരിച്ചടയ്ക്കുമോ എന്ന് ബാങ്കിനൊരു ഉറപ്പ് വേണം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കും. നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളുടെ അടുത്തുണ്ട്. സോ ബാങ്ക് ഇത്തരം കമ്പനികളെ സമീപിക്കും. ആ കമ്പനികൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ഈ ബാങ്കുകൾക്ക് ഷെയർ ചെയ്യും. ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ എന്താണുള്ളത്? നമ്മൾ ഇതിന് മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ടോ, എന്തൊക്കെ ലോണുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ആ ലോണുകളുടെയൊക്കെ തിരിച്ചടവ് എങ്ങനെയായിരുന്നു, നമ്മൾ കൃത്യമായിട്ടുള്ള കാലയളവിൽ ആ ലോണുകൾ തിരിച്ചടച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കാൻ ഈ ബാങ്കുകൾക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്, ഒരു സ്കോർ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ടാവും. 300നും 900നും ഇടയിലുള്ള ഒരു 3 അക്ക നമ്പറാണ് നമ്മുടെ ഈ സ്കോർ എന്ന് പറയുന്നത്. ഈ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല ക്രെഡിറ്റ് ഉള്ള ഒരാളാണോ മോശം ക്രെഡിറ്റ് ഉള്ള ഒരാളാണോ എന്ന് ബാങ്കുകൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒരു 750, 800 അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ ഉള്ളൊരു സംഖ്യയാണെങ്കിൽ നമ്മൾ ലോണുകൾ എടുക്കും. പക്ഷേ ലോണുകൾ എടുത്താലും കൃത്യസമയത്ത് യാതൊരു തരത്തിലുള്ള ഡീഫോൾട്ടും വരുത്താതെ തിരിച്ചടയ്ക്കുന്ന ഒരാളാണ് എന്ന് ആ ബാങ്കിൻ്റെ ഉറപ്പ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ പലിശ നിരക്കിൽ വലിയ റിസ്ക്കുകളൊന്നുമില്ലാതെ ലോൺ തരാൻ ബാങ്കുകൾക്ക് സാധിക്കും. ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെന്ന് വിചാരിക്കുക. നമ്മൾ ലോണുകൾ എടുക്കുന്ന ഒരാളാണ്, പക്ഷേ ആ ലോണുകളിലൊക്കെ ഡീഫോൾട്ട് വരുന്ന ഒരാളാണ്, ലോണൊന്നും കൃത്യമായിട്ടുള്ള സമയത്ത് തിരിച്ചടയ്ക്കാത്ത ഒരാളാണ് എന്നുള്ളതാണ് ആ ക്രെഡിറ്റ് സ്കോർ ഈ ബാങ്കുകളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ലോൺ തരാൻ തന്നെ ആ ബാങ്ക് തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം വർക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിലേക്ക് പോകുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ ലോൺ എടുത്തിട്ടേയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ബാങ്കുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ഒന്നും തന്നെ നിങ്ങൾ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്ന ഒരാളാണോ എന്ന് ഈ ബാങ്കിന് ഒരു ഐഡിയയുമില്ല. ഒരു പക്ഷേ നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും, പക്ഷേ അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉരുത്തിരിയുകയാണ്. ഇവിടെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും മാസം ഒരു 10,000, 15,000 രൂപയുടെ പർച്ചേസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ അടയ്ക്കാനുള്ള ബാലൻസ് മുഴുവനായിട്ടും അടച്ചു തീർക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും വളരെ ഗുഡ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ഒരാളാണെന്ന് ബാങ്കിന് മനസ്സിലാവുകയും കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ലോൺ ലഭിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും. സോ നമുക്കൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ എപ്പോഴും നമുക്ക് ലോൺ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാനും നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാനും സഹായകരമാവുമെന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ട് പറയുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ അത് EMI ആയിട്ട് വാങ്ങണമെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും അവരൊരു ക്രെഡിറ്റ് കാർഡോട് കൂടി അത് സമ്മതിക്കുകയുള്ളൂ. ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് EMIയിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. സോ EMIയിലൊക്കെ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളെ സഹായിക്കും. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഫ്രോജുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡ് ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ ചോർത്തിയെടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയോ ട്രാൻസാക്ഷൻസ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡാണ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷനാണ് ചോർന്നു പോകുന്നതെന്ന് വിചാരിക്കാം. ആ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുകയോ പേയ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഓൾറെഡി ഡെബിറ്റായി പോവുക തന്നെ ചെയ്യും. അതായത് നമ്മളുടെ മേലെയാണ് ആ ലയബിലിറ്റി വരുന്നത്. ആ കേസ് റിപ്പോർട്ട് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ആരാണ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ പണം തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. എന്നാൽ ഒരാൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രോജുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്നുമാണ് പണം നഷ്ടപ്പെടുന്നത്. നമ്മുടെ കയ്യിലുള്ള സേവിങ്സിൽ നിന്നും ഒറ്റ പണം പോലും നഷ്ടപ്പെടുന്നില്ല. ഭൂരിഭാഗ സമയങ്ങളിലും 3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനിയുമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേലെയുള്ള ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയും നിങ്ങൾക്ക് വരുന്നില്ല. കാരണം ബാങ്കിൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാങ്ക് അതിനകത്തുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി ഈ പ്രശ്നം റിസോൾവ് ചെയ്തുകൊള്ളും. സോ ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞവയൊക്കെയാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുമോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെല്ലാം പോസിറ്റീവ് സൈഡാണുള്ളത്, പിന്നെ എന്തിനാണ് ഈ ആളുകൾ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറ്റം പറയുന്നതെന്ന്. ഇവിടെ എല്ലാം ഞാനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കൃത്യമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് കൃത്യമായി പേ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ഈ പോസിറ്റീവുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായി യൂസ് ചെയ്യാത്ത, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ പേയ്മെൻ്റ് ഒന്നും നടത്താത്ത ആളുകളാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നെഗറ്റീവായി തന്നെ വരും. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ നെഗറ്റീവ് ഇവിടുത്തെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്.
അതായത് ബാങ്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാണ്, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് പൂർണ്ണമായിട്ടും അടച്ചില്ല എങ്കിൽ എത്ര തുകയാണോ ബാക്കിയായിട്ടുള്ളത്, ക്രെഡിറ്റ് കാർഡ് ബാലൻസ് എത്രയാണോ ഉള്ളത്, അതിൻ്റെ മുകളിലേക്ക് ഈ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണ്. സാധാരണ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ ഉള്ള കുറഞ്ഞ പലിശ നിരക്കല്ല ഇവിടെ വരുന്നത്. 35 മുതൽ 45% വരെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്കുകൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസിന് മുകളിൽ ചുമത്തുന്നത്. ഇനി ഇവിടെയും ഒരു അപകടം മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതിന് പകരം ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറഞ്ഞൊരു പദമാണ് ഈ ബാങ്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിലുള്ള APR ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 36.5% വിചാരിക്കുക. കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 36.5% എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് പ്രകാരം 15,000 രൂപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 15,000 രൂപ നമ്മൾ ബാങ്കിലേക്ക് ബില്ലായിട്ട് അടയ്ക്കണം. പക്ഷേ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും വെറും 5,000 രൂപ മാത്രമേ അടയ്ക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ. 10,000 രൂപ ഇപ്പോഴും അവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 10,000 രൂപയുടെ മുകളിലാണ് നേരത്തെ പറഞ്ഞ 36.5% പലിശ വരുന്നത്. പക്ഷേ പല സമയങ്ങളിലും അത് ഓരോ ദിവസവും പലിശയായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് 36.5% എന്നുള്ള ആ ഒരു വാർഷിക പലിശയെ നമ്മൾ ഓരോ ദിവസത്തെയും പലിശയാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ 365 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 0.1% പലിശയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഈ 10,000 രൂപയുടെ മുകളിൽ 0.1% പലിശ വരികയാണ്. 0.1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണെന്ന് കാണാം. അങ്ങനെ ഒന്നാമത്തെ ദിവസം ഈ 10,000 എന്നുള്ളത് 10,010 ആവുന്നു. രണ്ടാമത്തെ ദിവസം ഈ 10,010 രൂപയുടെ മുകളിലാണ് 0.1% പലിശ വരുന്നത്. അതായത് 10 രൂപ 10 പൈസയാണ് രണ്ടാമത്തെ ദിവസം പലിശയായിട്ട് വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇത് 10,020 രൂപ 10 പൈസ എന്നാവും. മൂന്നാമത്തെ ദിവസം ഈ 10,020 രൂപ 10 പൈസയുടെ മുകളിലാണ് 0.1% പലിശ വരുന്നത്. ഇങ്ങനെ ഇത് ഓരോ ദിവസവും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും. സോ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 36.5% എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് അടയ്ക്കാതെ ഇരുന്നാൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് മുകളിലായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാം. ചില സ്ഥലങ്ങളിൽ ദിവസക്കണക്കിലല്ല മാസക്കണക്കിലാണ് കൂട്ടാറുള്ളത്. പക്ഷേ ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ബാധ്യത ഇത് നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് തന്നെയാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഏറ്റവും വലിയ അപകടം. കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തിയില്ല എങ്കിൽ വലിയൊരു ബാധ്യത, കടബാധ്യത ഈ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന്റെ മുകളിലേക്ക് വരുന്നു. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു അച്ചടക്കവും ഇല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും വലിയൊരു കടബാധ്യത അതിൻ്റെ മുകളിൽ വരുത്തി വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായി തന്നെ ബാധിക്കും. നമ്മുടെ ബാങ്കുകൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇയാൾ ക്രെഡിറ്റ് കാർഡ് വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു, എന്നാൽ അതിൻ്റെ ബാലൻസ് ഒരിക്കലും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാത്ത ഡീഫോൾട്ട് വരുന്ന ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നമുക്ക് ലോൺ തരില്ല. അഥവാ ലോൺ തന്നാലും വലിയ രീതിയിലുള്ള ഒരു പലിശ നിരക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മുകളിലേക്ക് പോകുന്നത് പോലെ തന്നെ അതിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവരാനും ഈ ക്രെഡിറ്റ് കാർഡുകൾ കാരണമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് തിരിച്ചറിയാം. ഇനി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് കാർഡിന് മേലെ നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇതിന് മുകളിൽ മറ്റൊരുപാട് ഫീസുകളും ചാർജുകളും ഈ ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഈടാക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീസാണ് ആനുവൽ മെയിൻ്റനൻസ് ഫീസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ ഭാഗമായി ട്രാൻസാക്ഷൻ നടത്തുന്നതിനൊക്കെ ബാങ്കിന് നമ്മളൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ആനുവൽ മെയിൻ്റനൻസ് ഫീ ഇവിടെ ഉണ്ട്. ഇതിന് പുറമെ ഒരു ലേറ്റ് ഫീ നമുക്ക് കാണാം. അതായത് നമ്മൾ ഈ പണം അടയ്ക്കുന്നത് ബാങ്കിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫൈൻ പോലെ ഒരു ഫീസ് ബാങ്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലം ഈ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് നമ്മൾ ഒരുപാട് കാലം അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനും അതിന് പുറമെയുള്ള ലേറ്റ് ഫീക്കും എല്ലാം പുറമെ ഇൻട്രസ്റ്റിൻ്റെ പുറകിൽ ഒരു പെനാൽറ്റി കൂടി ബാങ്ക് നമുക്ക് മേലെ ചാർജ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ഒരു ഹിഡൻ ഫീ ആണ്. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന അവസരത്തിൽ ഒരു പക്ഷേ ഇത്തരം ഫീസിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിവില്ലായിരിക്കും. ഇങ്ങനെയുള്ളൊരു പേയ്മെൻറ്റ് ഡീഫോൾട്ടൊക്കെ വരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഹിഡൻ ഫീസുകൾ പുറത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകും. ഇത് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ മറ്റൊരു നെഗറ്റീവായിട്ട് പറയുന്നു. ഇനി ഈ ക്രെഡിറ്റ് കാർഡുകളുടെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവ നമ്മളെ ടെംപ്റ്റ് ചെയ്യിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. പിന്നീട് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ ഒരാവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ അടച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. എന്നാൽ അനാവശ്യമായിട്ട് നമ്മൾ പണം ചിലവാക്കാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ ഇത് ഡിഫോൾട്ടായി പോകാനുള്ള സാധ്യത, അതായത് പണം അടയ്ക്കാൻ നമുക്ക് പറ്റാതെ വരികയും വലിയൊരു സാമ്പത്തിക ബാധ്യത നമ്മളുടെ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്റ്റേഷനാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞതൊക്കെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും. ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ ഔട്ട്റൈറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ആൻസർ പറയാൻ പറ്റില്ല. ആരാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അയാളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ക്രെഡിറ്റ് കാർഡ് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരേ സമയം ഒരു ക്രെഡിറ്റ് കാർഡിന് നല്ലതാവാനും സാധിക്കും മോശമാവാനും സാധിക്കുമെന്ന് നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.
ഇനി ഇവിടെ ഉയർന്നു വരുന്ന അടുത്ത ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ബാങ്കുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യാറുണ്ട്. ഒരുപാട് ബെനിഫിറ്റുകളുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് അവരൊക്കെ ഓഫർ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല പല ക്രെഡിറ്റ് കാർഡുകൾക്കും ആനുവൽ മെയിൻ്റനൻസ് ഫീ ഇല്ല എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ കാർഡ് പോലെയാണ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ലാഭമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഒരുപാട് ആളുകളെ കൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡുകൾ എടുപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? നമ്മളിപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ എടുക്കാൻ വേണ്ടിയൊക്കെ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, അതായത് ബാങ്കിന് പലിശ കിട്ടുന്ന ഒരു ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ബാങ്കിൽ പോയാൽ പോലും പല സമയങ്ങളിലും ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ ബാങ്ക് നമുക്കൊരു ലോൺ തരികയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ആനുവൽ ഫീയും വേണ്ട, നിങ്ങൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇൻട്രസ്റ്റും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ബാങ്കുകൾ നമുക്കിങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യുന്നത്? ബാങ്കുകൾക്ക് ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നുള്ള ലാഭം എന്താണ്? അപ്പോൾ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനുവൽ മെയിൻ്റനൻസ് ഫീ. അത് അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗമല്ല. ബാങ്കുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ്. ചിലപ്പോൾ 1% 2% 3% ഇതുപോലെയുള്ള ചെറിയൊരു പെർസെൻറ്റേജ് ആണ് ബാങ്കുകൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ 1% വിചാരിക്കുക. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് 100 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ 1 രൂപ ആ കടക്കാരൻ്റെ കയ്യിൽ നിന്നും ബാങ്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു സംശയം വരും, എന്തിനാണ് ഈ കടക്കാരൻ അയാൾക്ക് കിട്ടേണ്ട പൈസയിൽ നിന്നും 1 രൂപ ഈ ബാങ്കിന് കൊടുക്കുന്നത് എന്ന്. ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ഒരുപാട് എക്സ്ട്രാ കച്ചവടം അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5000 രൂപ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കടയിൽ ചെന്നു, അവിടെ 7500 രൂപയുടെ ഒരു സാധനം ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ആ സാധനം വാങ്ങുകയില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളത് കൊണ്ട് പല ബിസിനസ്സുകൾക്കും ഒരുപാട് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ആ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ 1% അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അവർ ഈ ബാങ്കുകൾ കൊടുക്കുന്നത്. ഇതാണ് ബാങ്കുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുകയും ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകൾക്ക് വലിയൊരു ലാഭം കിട്ടും. അതുകൊണ്ടാണ് ഈ ആനുവൽ ഫീ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോലും ബാങ്കുകൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ ആളുകൾക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ ബാങ്കുകൾ പണം ഉണ്ടാക്കുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഈ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുന്ന 10 പേരിൽ 9 പേരും ഈ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ഡ്യൂ ഡേറ്റിന് മുന്നേ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്ത് 0 ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. പക്ഷേ ഈ 10ൽ ഒരാളെങ്കിലും ഇതിനകത്ത് ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരാളെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ തന്നെ സാധാരണ ഒരു ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാൾ 4-5 ഇരട്ടി ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളുടെ ഭാഗമായിട്ട് ബാങ്കുകൾക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ ആളുകൾ ഡിഫോൾട്ട് വരുന്നതും ബാങ്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്കുകളുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വരുമാനം. ഇനി നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള, അതായത് ഒരു ആനുവൽ ഫീ ഇല്ലാത്ത ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു ബാങ്ക് നമുക്ക് തരികയാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ബാങ്ക് തന്നെ നമ്മളെ വിളിച്ചിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയും. അതായത് ഇപ്പോൾ ഉള്ള ക്രെഡിറ്റ് കാർഡിന് പകരമായിട്ട് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വെർഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പോയിന്റുകളുടെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ കിട്ടും. അതായത് ഇപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളുടെക്കാൾ കൂടുതൽ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോയിന്റുകളും ക്യാഷ് ബാക്കുകളും ഒക്കെ മേടിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ പോയിന്റുകളും ക്യാഷ് ബാക്കുകളും കിട്ടിക്കൂടാ എന്ന് നമ്മൾ ആലോചിക്കുകയും നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. സോ ആനുവൽ ഫീ ഇല്ലാത്തൊരു കാർഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയങ്ങളിലും അതിൽ ആനുവൽ ഫീ ഉണ്ടാവും. സോ ആ രീതിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആനുവൽ ഫീ ഉള്ളൊരു കാർഡായിട്ട് ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക എന്നുള്ള ഐഡിയ ബാങ്കുകളുടെ കയ്യിലുണ്ട്. ഇനി അതുപോലെ തന്നെ ആനുവൽ ഫീ ഉള്ളൊരു കാർഡാണ് എന്ന് വിചാരിക്കുക. ഈ കാർഡിനകത്ത് നിങ്ങൾ 10,000 രൂപയ്ക്ക് മേലെ ഓരോ മാസവും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഫീ കൊടുക്കേണ്ടി വരില്ല. ആനുവൽ ഫീ എടുത്ത് കളയും എന്നുള്ളൊരു തീരുമാനം ബാങ്ക് മുന്നോട്ട് വെക്കുകയാണെങ്കിലോ, 10,000 രൂപയ്ക്ക് മേലെ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ കൊടുക്കേണ്ടെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ 10,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലാഭം ബാങ്കുകൾക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പല രീതിയിലാണ് ബാങ്കുകൾ ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. സോ ബാങ്കുകൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ട് ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് കമ്പനികളും നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു കാര്യം, RBI ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രെഡിറ്റ് കാർഡുകളും ക്രെഡിറ്റ് സ്കോറുകളും പേഴ്സണൽ ലോണുകളൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില പുതിയ ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യത്തെ ഗൈഡ് ലൈൻസ് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നെയാണ് RBI പുറത്തുവിട്ടത്. അത് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് RBI പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് സ്കോറുകൾ പല സമയത്തും നമ്മളല്ലാതെ മറ്റൊരാൾ ചെക്ക് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ബാങ്കുകളാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ലോൺ വേണ്ട ആവശ്യത്തിലോ അല്ലെങ്കിൽ മറ്റ് അവസരങ്ങളിലൊക്കെ ബാങ്കുകൾ ഈ ക്രെഡിറ്റ് സ്കോറുകൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ബാങ്കുകൾ ഈ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ
ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി അത് ആ കസ്റ്റമറെ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് സ്കോർ ബാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും CIC ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇന്നയാൾ ചെക്ക് ചെയ്തു എന്ന് ഈ CIC എന്നെ SMS-ലൂടെയോ ഇമെയിലിലൂടെയോ നോട്ടിഫൈ ചെയ്യണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ ബാങ്കുകളാണ് ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇന്നയാൾ ഞങ്ങളുടെ അടുത്ത് ലോൺ എടുത്തിട്ടുണ്ട്, അയാൾ തിരിച്ചടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചടച്ചിട്ടില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ബാങ്കുകളാണ് ഈ CIC-കൾക്ക് കൈമാറുന്നത്. സോ നമ്മുടെ ഇത്തരത്തിലുള്ള ഡേറ്റ ഈ CIC-കൾക്ക് കൈമാറുമ്പോൾ ബാങ്കുകൾ അത് നമ്മളെ അറിയിക്കണം, SMS-ലൂടെയോ ഇമെയിലിലൂടെയോ ഒക്കെ നമ്മളെ നോട്ടിഫൈ ചെയ്യണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ നോട്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തേതിനകത്ത് പറയുന്നത്. ഇനി രണ്ടാമത്തേത്, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക, നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളിൽ നിന്നൊക്കെയാണ് സാധാരണ എടുത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുക. പക്ഷേ നമ്മൾ അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ RBIയുടെ പുതിയ ഗൈഡ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കലണ്ടർ ഇയറിലും, അതായത് ജനുവരിക്കും ഡിസംബറിനും ഇടയിൽ വർഷത്തിൽ ഒരു തവണ ഫ്രീ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും ക്രെഡിറ്റ് സ്കോറും ചെക്ക് ചെയ്യാനുള്ള അവസരം ഈ CICs കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നാണ് RBIയുടെ രണ്ടാമത്തെ ഗൈഡ് ലൈനിൽ പറയുന്നത്. ഇനി RBI പറയുന്ന മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചില ഡേറ്റ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് കാണാം. ചിലപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പിഴവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ചില ലോൺ നമ്മൾ അടച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അടച്ച് തീർത്തിട്ടില്ല എന്നായിരിക്കും നമ്മുടെ റിപ്പോർട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കറക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് മുന്നോട്ട് വെക്കാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ആവശ്യം അവർ അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കറക്ഷൻ ബാങ്കുകളോ അല്ലെങ്കിൽ ഈ CIC-കളോ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കസ്റ്റമറെ ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ കറക്ഷൻ റിജക്റ്റ് ചെയ്തതെന്ന് പറയണം. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് RBI പുറത്തുവിട്ടിട്ടുള്ള പുതിയ ഗൈഡ് ലൈനുകൾ. വരുന്ന 6 മാസങ്ങൾക്കുള്ളിൽ ഇത് അപ്ലൈ ചെയ്യണമെന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 1-2 ആഴ്ചകൾക്ക് മുന്നേ RBI ക്രെഡിറ്റ് കാർഡുകൾ അതുപോലെ തന്നെ അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺസ് ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ചില പുതിയ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധന ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ലോണുകളെ സാധാരണ അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ എന്നാണ് പറയുന്നത്. കാരണം ഈടൊന്നും ഇല്ലാതെയാണ് പല സമയങ്ങളിലും പേഴ്സണൽ ലോൺ കിട്ടുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലും പേഴ്സണൽ ലോണുകളിലും ഒരുപാട് റിസ്ക് ഉണ്ട്. ആ റിസ്കിൻ്റെ അളവ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2022 സെപ്റ്റംബറിൻ്റെയും 2023 സെപ്റ്റംബറിൻ്റെയും ഇടയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള പേഴ്സണൽ ലോണുകളുടെ അളവിൽ 23% വർധന, ഒറ്റ വർഷം കൊണ്ട് 23% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക്, ഈ ഒരു വർഷത്തിനുള്ളിൽ 2022 സെപ്റ്റംബറിൻ്റെയും 2023 സെപ്റ്റംബറിൻ്റെയും ഇടയിൽ ക്രെഡിറ്റ് കാർഡുകളിൽ ഉണ്ടായിട്ടുള്ള ഡീഫോൾട്ട് എമൗണ്ടിൻ്റെ അളവിൽ 30% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന എല്ലാ ആളുകളും കൃത്യമായിട്ട് ഇത് പേ ചെയ്യുന്നില്ല. ഡീഫോൾട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഡീഫോൾട്ട് എമൗണ്ടിലും ഇത്രയും വലിയൊരു വർധന ഉണ്ടായിരിക്കുന്നു. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തെ സാരമായിട്ട് ബാധിക്കും. ഇത് ബാങ്കിങ് സിസ്റ്റത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയെ തന്നെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് RBI പുതിയ ഗൈഡ് ലൈനുകൾ പുറത്തുവിട്ടുള്ളത്. ഇതിൽ പറയുന്നത്, ഈ പേഴ്സണൽ ലോണുകൾ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് വഴി പണം കൊടുക്കണമെങ്കിലൊക്കെ ബാങ്കിൻ്റെ റിസ്ക് വെയിറ്റ് റേഷ്യോയിൽ ഒരു വർധനവ് ഈ RBI കൊണ്ടുവന്നിരിക്കുകയാണ്. 25% വർധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത്, എന്താണ് ഈ റിസ്ക് വെയിറ്റ് എന്ന് പറയുന്നത്? ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CRAR എന്ന് പറഞ്ഞുള്ള റേഷ്യോ ഉണ്ട്, ക്രെഡിറ്റ് ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നാണ്. അതായത് ഒരു ബാങ്ക് ആർക്കെങ്കിലും ലോണായിട്ട് പണം കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം അവരുടെ ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ബാങ്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കെട്ടിടം, കാർ, അങ്ങനെയുള്ള ബാങ്കിൻ്റെ മൊത്ത സ്വത്താണ്. ആ ഒരു ക്യാപിറ്റലിൻ്റെ ഇത്ര ശതമാനം മാത്രമേ ബാങ്കിന് ലോണായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഈ ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ അതിനെ താങ്ങാനുള്ളൊരു ശക്തി ഈ ബാങ്കിൻ്റെ കയ്യിലുണ്ടാവണം. അപ്പോൾ നിലവിൽ ഈ പേഴ്സണൽ ലോണുകളുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് വെയിറ്റിൽ 25% വർധന കൊണ്ടുവന്നിരിക്കുകയാണ്. പേഴ്സണൽ ലോണുകളുടെ റിസ്ക് വെയിറ്റ് 100%ആയിരുന്നു, അത് 125% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ബാങ്കിന് ഒരാൾക്ക് 20 രൂപയുടെ പേഴ്സണൽ ലോൺ കൊടുക്കണമെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ 100 രൂപയുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നിരിക്കണം. ഇനി അങ്ങോട്ട് ബാങ്കിന് ഒരാൾക്ക് 20 രൂപയുടെ ലോൺ കൊടുക്കണമെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ 125 രൂപയുടെ ക്യാപിറ്റൽ ഉണ്ടാവണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ബാങ്കിന് ക്യാപിറ്റൽ വർദ്ധിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ബാങ്കിൻ്റെ കയ്യിൽ 100 രൂപയുടെ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പണ്ട് 20 രൂപ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇനി 16 രൂപ മാത്രമേ ബാങ്കുകൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. പേഴ്സണൽ ലോണിൻ്റെ അളവിൽ കുറവുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ക്യാപിറ്റലിൽ കൂടുതൽ കൊണ്ടുവരണമെന്നാണ് RBI പറയുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ ഈ റിസ്ക് വെയിറ്റ് 125%ആയിരുന്നു, അത് 150% ഉയർത്തിയിരിക്കുകയാണ്. ഒരാൾക്ക് 20 രൂപ കൊടുക്കണമെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ 125 രൂപയുടെ ക്യാപിറ്റൽ വേണമായിരുന്നു എന്നുള്ളത് 150 രൂപയായിട്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകളുടെയും
ക്രെഡിറ്റ് കാർഡിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചെറിയ രീതിയിലുള്ള വർധനവ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുകയാണ്. കാരണം ഇത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രയാസം ഉണ്ടാകുകയാണ്. ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പക്ഷേ അതിൻ്റെ സപ്ലൈ താഴേക്ക് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നു. സോ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രെൻഡ് എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് RBIയുടെ ഗൈഡ് ലൈൻ എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണ്, ബാങ്കുകൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും പണം ഉണ്ടാക്കുന്നത്, റീസെൻ്റ് ആയിട്ട് RBI പുറത്തുവിട്ട ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് സ്കോറും പേഴ്സണൽ ലോണൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വൺ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ക്രെഡിറ്റ് സ്കോറിൻ്റെ പ്രാധാന്യം എന്താണ്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ആ സേവനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൺ സ്കോർ. സോ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അത് ചെക്കൗട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.